ഹലോ ഗായ്സ്, അമ്മയും മോനും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആൻറ്റി സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ട് നന്നായി കഴുകിയിട്ട് മേലെ കാണിച്ച എല്ലാ പൊടികളും ആവശ്യത്തിന് ഇടുക. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ പകുതി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ എല്ലാ നീരും ഒഴിക്കണം. അതിനുശേഷം ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ കുറച്ച് സമയം മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. എല്ലാ ഭാഗത്തും പിടിക്കണം. വരയിടുന്നുണ്ടെങ്കിൽ ചിക്കനിൽ വരയും ഇടാം. പിന്നെ 5 ഉള്ളി 5 തക്കാളി ചെറുതായി മുറിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം. പിന്നെ ഒരു ഇഞ്ചി ഫുള്ളും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതിടുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ ഒരു കറിവേപ്പിലേൻ്റെ തണ്ടും അതിൻ്റെ ഇലയും ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അത് കുക്കർ അവിടെ വെക്കാം. പിന്നെ ചിക്കൻ ഇടുമ്പോൾ നല്ല തിളച്ചെണ്ണ തന്നെ ഇടണം. കുഞ്ഞായിട്ടുള്ള പീസ് ആക്കരുത്, വലിയ പീസ് തന്നെ എടുക്കണം. ഇത് പൊരിയുന്ന ടൈം കൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിത് ഒന്ന് പരിവായോന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കണം. ആയിട്ടെങ്കിൽ കുറച്ചും കൂടി പൊരിക്കണം. നമ്മൾ നേരത്തെ കുക്കറിലിട്ട മസാല ഇങ്ങനെ കുറച്ച് ചൂടാക്കിയിട്ട് അതിൽ ചിക്കൻ ഇട്ട് വെക്കണം. പിന്നെ കുറച്ച് ഗരം മസാല ഒന്നും നമ്മൾ ഇടണം. പിന്നെ ബിരിയാണി മസാല അത് ഏത് കമ്പനീൻ്റെയും ഇടാം. പിന്നെ ആവശ്യത്തിന് ഇട്ടാൽ മതി. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഒഴിച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മളെ നേരത്തെ കഴുകി വെച്ച അരിയും പിന്നെ കുറച്ച് സ്പൈസസും ഇട്ട് ഒന്ന് കുറച്ച് ഇളക്കി കൊടുത്താൽ മതി. അധികം ഇതാക്കണ്ട. എല്ലാ അരിയും നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വെന്ത് വന്നതിന് നമ്മൾ ദമ്മിടലാണ് ഈ പരിപാടി. നല്ല ചോറ്, വെള്ളച്ചോറ്, ആ ചൂട് നല്ല എരിവുള്ള ചിക്കനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ പരത്തി അപ്പുറത്തെ ഭാഗം ഉണ്ടോയെന്ന് പോലും തിരിയാത്ത രീതിയിൽ നമ്മളൊന്ന് ചിക്കൻ ഇത് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത ലെയറായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു പ്ലേറ്റിലിട്ട് കുറച്ച് അച്ചാറും ഇട്ട് ഒരു പിടി പിടിച്ച